ഗുഡ് മോർണിംഗ്. ഏവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ NIOS+2 കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരാണോ? കൊമേഴ്സിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസിലെ മൂന്നാമത്തെ അധ്യായമായ ബിസിനസ് പരിസ്ഥിതി നിങ്ങളെ +2 കരസ്ഥമാക്കുന്നതിന് എത്രമാത്രം സഹായിക്കുന്നു എന്ന് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ബിസിനസ് പരിസ്ഥിതി, ബിസിനസ് പരിസ്ഥിതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, പ്രാധാന്യം എന്തൊക്കെയാണ്, വിവിധ തരം പരിസ്ഥിതി മലിനീകരണങ്ങൾ, അതുപോലെ തന്നെ വിവിധ തരം പരിസ്ഥിതികൾ ഏതൊക്കെയാണെന്ന് കൂടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, വിശദമാക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പരിസരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചുറ്റുപാട് അല്ലെ? അതുപോലെ തന്നെ ഒരു ബിസിനസ് നിലനിന്ന് പോകുന്നത് എവിടെയാണ്? സമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ ബിസിനസിനെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങൾ, സ്വാധീനങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിലെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിന്, പുതിയ മാനേജ്മെന്റിനെ തന്ത്രങ്ങൾ മെനയുന്നതിന്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് എല്ലാം എന്ത് സഹായിക്കാറുണ്ട്? ഈ ഒരു പരിസ്ഥിതി അവലോകനം ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസിനെ സഹായിക്കുന്നുണ്ട്. ബിസിനസ്സിലെ എൻവയോൺമെന്റിനെ പ്രധാനമായിട്ടും എക്കണോമിക് എൻവയോൺമെന്റ് എന്നും നോൺ എക്കണോമിക് എൻവയോൺമെന്റ് എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. സാമ്പത്തിക പരിസ്ഥിതി അഥവാ എക്കണോമിക് എൻവയോൺമെന്റിൽ പ്രധാനമായിട്ടും എക്കണോമിക് കണ്ടീഷൻസ്, എക്കണോമിക് പോളിസീസ്, അതുപോലെ തന്നെ എക്കണോമിക് സിസ്റ്റംസ് എന്നിവ ഉൾപ്പെടുന്നു. എന്നാൽ ബിസിനസ്സിലെ നോൺ എക്കണോമിക് എൻവയോൺമെന്റ് അഥവാ സാമ്പത്തികേതര പരിസ്ഥിതി, എന്റെ ഒപ്പം പഠിച്ചോളൂ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, നിയമപരമായ, സാങ്കേതിക വിദ്യാ പരിസ്ഥിതി, ഇതാണ് വിവിധ തരത്തിലുള്ള നോൺ എക്കണോമിക് അഥവാ സാമ്പത്തികേതര പരിസ്ഥിതി. ഈസി അല്ലേ? ഒരു ബിസിനസ് നിലനിന്ന് പോകുന്നത് സമൂഹത്തിലായതുകൊണ്ട് തന്നെ വിവിധ കക്ഷികളോട് ബിസിനസ്സിന് എന്തുണ്ട്? ഉത്തരവാദിത്തമുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ടുവാർഡ്സ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്. ഏതൊക്കെയാണ് ആ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്? നിക്ഷേപകർ, ഉപഭോക്താക്കളായിട്ടുള്ള നമ്മൾ, ഗവൺമെന്റ്, തൊഴിലാളികൾ, സമൂഹം എന്നീ 5 വിഭാഗങ്ങളോട് ആർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്? ബിസിനസ്സിന് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ? ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലെല്ലാം കാണാറുണ്ട്, ഓരോ വ്യാപാര സ്ഥാപനങ്ങളും എന്തുണ്ട്? സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏർപ്പെടുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് എംപ്ലോയീസ് ആണെങ്കിൽ തൊഴിലാളികളോട് എന്തൊക്കെയാണ് ബിസിനസ്സിനുള്ള ഉത്തരവാദിത്തങ്ങൾ? എന്തൊക്കെയാണ്? തൊഴിലാളികൾക്ക് ന്യായമായിട്ടുള്ള വേതനം നൽകുക, അവർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷൻ, അതുപോലെ തന്നെ പരിശീലനം എന്നിവ നൽകുക. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതത്രയും ഇതുവരെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. എത്ര ഈസിയാണല്ലേ? എങ്കിൽ ഉടനടി കോൺടാക്ട് ചെയ്യൂ താഴെ കാണുന്ന നമ്പറിൽ നാഷണൽ അക്കാദമിയിലേക്ക്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.